കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന കൺവെൻഷൻ നടത്തി. സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം.പി. മത്തായി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ ഫാസിസ്റ്റ് നയങ്ങൾക്ക് എതിരെ ജനകീയ പ്രതിരോധം വളർത്തിയെടുക്കുക എന്ന മുദ്രാവാക്യവുമായി കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ നടത്തി. സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി പ്രസിഡന്റ് ഡോക്ടർ എം.പി. മത്തായി ഉദ്ഘാടനം ചെയ്തു. ആവശ്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക എന്ന് പറയും. 12.61 കോടി ആളുകളാണ്, അതായത് 12,61,00,000 ആളുകളാണ് സജീവമായി ഈ നമ്മുടെ രാജ്യത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ അധ്യക്ഷനായി. ഏത് തീരുമാനമെടുക്കുമ്പോഴും മാനവികതയ്ക്കും മൂല്യത്തിനും ചില പ്രാധാന്യം നൽകി താഴേക്കിടയിലുള്ളവരെ നോക്കിയിട്ടായിരുന്നു തീരുമാനം എടുത്തുകൊണ്ട്. എന്നാൽ 92 അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല, സ്വാമി പറഞ്ഞതാണ്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. പുറമെ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒക്കെ പറയുമെങ്കിലും ഇപ്പോൾ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഭരണാധികാരികൾ കോർപ്പറേറ്റ് താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും അടിച്ചമർത്തപ്പെട്ടവരെ കൂടുതൽ ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ജില്ലാ സെക്രട്ടറി ടി മുരളി സ്വാഗതം പറഞ്ഞു. ആണവോർജ ഭേദഗതി നിയമം സംബന്ധിച്ച് CR നീലകണ്ഠനും SIR-നെ കുറിച്ച് M ഷാജർ ഖാനും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഡോക്ടർ KS മനോജും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിയെക്കുറിച്ച് S സീതിലാലും വിഷയാവതരണം നടത്തി. തോട്ടപ്പള്ളിയിൽ നടക്കുന്ന കരിമണൽ ഖനനത്തിനെതിരെ B ഭദ്രൻ പ്രമേയം അവതരിപ്പിച്ചു. സുരേഷ് തോട്ടപ്പള്ളി, അഡ്വക്കേറ്റ് BK രാജഗോപാൽ, TB വിശ്വനാഥൻ, സോമനാഥൻ നായർ, TM സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് R സനൽകുമാർ, അഡ്വക്കേറ്റ് K നജീബ്, അഭിലാഷ്, വിനോബ്, T ഗോപാലകൃഷ്ണൻ, തമ്പി, K കുഞ്ഞുമോൻ, നൈനാൻ, സുരേഷ് ബാബു, ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.